100 സോപ്പ് വിൽപ്പന നടന്നാൽ അതിൽ 52 സോപ്പും വിൽക്കുന്നത് ക്യൂട്ടി ആണെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ പേര് ഇബ്രാഹിം ഖാലിദ്. ഇസ്മായിൽ ഖാലിദ്. അങ്കമാലിയിൽ വെച്ച് നടന്ന സ്വാക്കിന്റെ എക്സ്പോയിൽ വെച്ചാണ് സഹോദരങ്ങളായ ഇസ്മായിലിനെയും ഇബ്രാഹിമിനെയും ഞാൻ പരിചയപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്യൂട്ടി സോപ്പിന്റെ പാരന്റ് കമ്പനിയായ ഗുഡ് ബൈ ഗ്രൂപ്പിന്റെ ഡയറക്ടേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. സോ ഫാദർ ബേസിക്കലി ഒരു സെയിൽസ് ബാക്ക്ഗ്രൗണ്ട് നിന്നായിരുന്നു വന്നത്. ജ്യോതി ലാബ്സിന്റെ ജോബ് വർക്ക് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രൊഡക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തത്. KP നമ്പൂതിരി, ഇന്ദുലേഖയുടെ സോപ്പ്, ഇതൊക്കെ നമ്മൾ ജോബ് വർക്ക്സ് ഞങ്ങളുടെ കമ്പനിയിൽ എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം 2014 ഞങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഇറക്കണം നമ്മൾ തീരുമാനിക്കുന്നത്. ഏകദേശം 10 വർഷം പിന്നിട്ടു. ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാവുന്ന വിലയിൽ ഒരു മാസത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സോപ്പ് എന്നൊരാശയത്തിൽ നിന്നായിരുന്നു ക്യൂട്ടി എന്ന ബ്രാൻഡ് ജനിച്ചത്. ഇവർക്ക് ക്യൂട്ടി എന്ന ബ്രാൻഡ് അല്ലാതെ മറ്റു പല വേർട്ടിക്കൽസിലും ബിസിനസ് ഉണ്ടെന്ന് ഇസ്മായിൽ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഹെർബൌഷ് എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്. ഹോസ്പിറ്റാലിറ്റി ഡിവിഷനിൽ ഓറുവോയർ എന്നുള്ള ഒരു പ്രീമിയം വെൽനസ് റിസോർട്ട്. ഇങ്ങനെ 3 ബ്രാൻഡായിട്ടാണ് ഞങ്ങളുടെ കമ്പനി നിലനിൽക്കുന്നത്. ഇവരെ കമ്പനിയുടെ വാല്യൂസിനെ കുറിച്ചും സാമൂഹിക പ്രതിബദ്ധതയെ കുറിച്ചും ഒരുപാടുണ്ട് സംസാരിക്കാൻ. പ്രൊഡക്ഷൻ സൈഡിൽ ഓൾമോസ്റ്റ് 70 to 80% വിമൻസ് ആണ്. പുതിയ ഫാക്ടറി ഉണ്ട് അവിടെ, ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. വിത്തിൻ 1 സെക്കൻഡിൽ 3 സോപ്സ് വരെ പ്രൊഡക്ഷൻ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള മെഷീനറീസ് ആണ് അവിടെ ഉള്ളത്. ആ മെഷീനറി പോകുന്ന സ്പീഡിലാണ് അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സ്. ഈ അമ്മമാരും ഈ ചേച്ചിമാരുമാണ് ഞങ്ങളുടെ കമ്പനി ഇത്രയധികം വളർത്താനുള്ള ഒരു വലിയ പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ ഉപ്പയും കമ്പനിയുടെ ഫൗണ്ടറുമായ ഡോക്ടർ KP ഖാലിദ് അങ്ങോട്ട് വന്നത്. കേരളത്തിലെ 4/1 ജനങ്ങൾ ഈ ബ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രയാൺ 2030 എന്ന ഇവരുടെ ആംബിഷ്യസ് വിഷനെ കുറിച്ചും അദ്ദേഹം എന്നോട് സംസാരിച്ചു. പ്രയാൺ 2030 എന്ന് പറയുന്നത് ബ്യൂട്ടി പ്രോഡക്ട്സ്, ഹോസ്പിറ്റാലിറ്റി എല്ലാം ചേർന്നുള്ള ഗുഡ് ബൈ ഗ്രൂപ്പ് ഇയർ 2030 1000 crore ടച്ച് ചെയ്യും എന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വലിയ ടാസ്ക് ആണ്. കേരളത്തിൽ ഓണ്ടർപ്രണേഴ്സ് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ ഈ സീരീസിൽ അടുത്തതായി ആരെ കൊണ്ടുവരണമെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം.